ഇന്ന് രാവിലെ തന്നെ എ സി എനിക്കൊരു പണി തന്നു. എ സി ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് തണുക്കുന്നില്ല. എ സി ഓണൊക്കെ ആവും, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, തണുപ്പ് വരുന്നില്ല. അപ്പോൾ ഇത് ഇൻഡോർ യൂണിറ്റ് ആണല്ലോ, അപ്പോൾ ഇനി ഔട്ട്ഡോർ യൂണിറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ക്യാഷ് പോകുമോ, അത് ശരിയാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ്. ഇതിനകത്തൊക്കെ കംപ്രസറും ഫാനൊക്കെ ഇരിക്കണം. ഇത് വർക്ക് ചെയ്യുന്നേ ഇല്ല, മൂളൽ പോലും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിതിൻ്റെ ടോപ്പ് ഒന്ന് അഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഒന്നുകിൽ എ സി പോവും, അല്ലെങ്കിൽ അത് ശരിയാവും. അപ്പോൾ ഞാനിതിൻ്റെ നട്ട് ഒക്കെ ഒന്ന് ഇതിൻ്റെ സ്ക്രൂ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഒന്ന് അഴിച്ചു നോക്കാം. ടോപ്പ് അഴിച്ച് വന്നിട്ടുണ്ട്. 12 വർഷം പഴക്കമുള്ളതാണ് ഈ എ സി. ഇത് ആദ്യമായിട്ടാണിത് ഇളക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല കണ്ടോ. ഇതിൻ്റെ കപ്പാസിറ്റർ, ഇത് ഇരിക്കുന്നതാണ് കപ്പാസിറ്റർ കണ്ടോ, ഇതാണ് കപ്പാസിറ്റർ. ഇതിൽ പോകാൻ സാധ്യതയുള്ളത് കപ്പാസിറ്ററാണ്. പിന്നെ അത് അടുത്ത് കാണുന്ന ആ കറുത്ത ഒരു ഇതുണ്ടല്ലോ, അത് ഫാനിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ കപ്പാസിറ്ററാണ് പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ആ കപ്പാസിറ്റർ ഒന്നൊരെണ്ണം വാങ്ങി കൊണ്ടുവന്നിട്ട് നോക്കാം. അപ്പോൾ അറിയാലോ, അതിൻ്റെ താഴെ ഇരിക്കുന്നതാണ് എൻ്റെ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഇത് ക്ലിയർ ആയാൽ എല്ലാം വർക്കാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് കപ്പാസിറ്റർ. പുതിയ കപ്പാസിറ്ററാണ്. 250 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. 36 MUF 450 വോൾട്ട് ആംപിയറിൻ്റെയാണ്. അപ്പോൾ ഈ സെയിം കപ്പാസിറ്റർ നമുക്കിതിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ, പുതിയ കപ്പാസിറ്ററാണ്. അപ്പം ഇതിനെ ഇളക്കണം. ഇത് ഇളക്കി പഴയതിൻ്റെ വയർ കണക്ഷൻ എടുത്ത് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഫിറ്റ് ചെയ്തു കറക്റ്റ്. അതുപോലെ തന്നെ വയറുകൾ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തു. കാരണം വയറൊക്കെ മാറിപ്പോയി, എനിക്ക് അറിഞ്ഞുകൂടാ ബാക്കി തിരിച്ച് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്തു. ഇനി എ സി ഒന്ന് പ്ലഗ് ചെയ്തിട്ട് സ്വിച്ച് ഇട്ടു. ഓക്കെ. അപ്പോൾ ഇൻഡോർ യൂണിറ്റ് പഴയതുപോലെ തന്നെ ഓണാവുന്നുണ്ട്. ഞാൻ റിമോട്ട് വെച്ചിട്ട് ഒന്ന് അത് വർക്കിംഗ് ആക്കി നോക്കിയാണ്. ഇപ്പോൾ റിമോട്ട് വെച്ചു ബസ്. ഓക്കെ, എ സി ഇൻഡോർ യൂണിറ്റ് ഓക്കെയാണ്. ഇതിൽ കാറ്റൊക്കെ വരുന്നുണ്ട്. ഇനി ഔട്ട്ഡോർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോകാം. സക്സസ്. ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതായിരുന്നതാ. എൻ്റെ പൈസ പോയില്ല എന്തായാലും. അല്ലെങ്കിൽ ഇതിന് ആളിനെ വിളിക്കണം. 250 രൂപയുടെ കപ്പാസിറ്റർ പോവും, എല്ലാം പോവും. സക്സസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ എ സി ഒക്കെ ഔട്ട്ഡോർ യൂണിറ്റ് പിന്നെ റിപ്പയർ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി പിന്നെ കണ്ടോ, ഈ പോളുണ്ടോ, 2 പോളാണ്. ഇത് അതുപോലെ തന്നെ കണക്ട് ചെയ്യണം കേട്ടോ. ഒരു പോളിൽ 2 വയർ വരും. ഇനി ഈ പഴയതെടുത്ത് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് ഈ ക്ലാമ്പിനകത്തോട്ട് കയറണം. ഇത് റിപ്പയറായ ഇത് കണ്ടിട്ട് എന്നെ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. എനിക്കിത് അറിയില്ല. ഞാനിതൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണെന്ന്. പരീക്ഷണം വിജയിക്കുമോ ഇല്ലയെന്നറിയാൻ വേണ്ടി ചെയ്തതാണ്. ഇത് സ്ക്രൂ ഇളവുന്നുമില്ല. ഓക്കെ, ഇളകി. അപ്പോൾ ഇതിളക്കി എടുത്തിട്ടുണ്ട്. അയ്യോ, ആ ക്ലിപ്പ് അങ്ങ് താഴെ പോയി. ഇനി അടുത്ത പണിയായി. ഇനി ഇത് എടുക്കുക വളരെ ശ്രമകരമാണ്. ഇതിനകത്തൂടെ കൈ കയറുന്നതല്ല. എന്തായാലും എടുത്തല്ലേ പറ്റുള്ളൂ. വന്നു. ഓക്കെ, എൻ്റെ സ്ക്രൂവും കൂടെ എടുക്കണം. അപ്പോൾ ഇത്തരം ഈ ഔട്ട്ഡോർ യൂണിറ്റ് പ്രശ്നം വരുന്നത് മെയിനായിട്ട് ഈ കപ്പാസിറ്റർ ആയിരിക്കും. കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ ചെറിയ മൂളലൊക്കെ കാണും കംപ്രസറിന്. പക്ഷേ ഫാൻ മാത്രമാണ് കറങ്ങാത്തതെങ്കിൽ ഫാനിൻ്റേതായിട്ടുള്ള ചെറിയൊരു കപ്പാസിറ്റർ ഇതിനകത്ത് കാണും. അപ്പോൾ അത് മാറ്റിയാൽ മതിയാവും. ഇപ്പോൾ ചെറിയൊരു ലൂസുണ്ട് ഇത്. ഓക്കെ, ഇത് ക്ലിയറായി. ഓക്കെ, അപ്പം താങ്ക് യു.